നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം. ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. DMO നൽകിയ ചികിത്സാ പിഴവില്ലെന്ന റിപ്പോർട്ട് തള്ളിയാണ് നടപടി. കോട്ടോപ്പാടത്ത് വീണ്ടും കാട്ടാനകളുടെ താണ്ഡവം. കാപ്പുപറമ്പിൽ ഇറങ്ങിയ കാട്ടാനകൾ റബ്ബർ തൈകൾ പിഴുതെറിഞ്ഞു. വാഴകളും തെങ്ങും കവുങ്ങും നശിപ്പിച്ചു. ഭീതിയിൽ നാട്ടുകാർ. ശക്തമായ പ്രതിരോധം ഒരുക്കണമെന്ന് ആവശ്യം. പുലിപ്പേടിയിൽ പയ്യനടം കുളിർമുണ്ട നിവാസികൾ. അടിയന്തരമായി പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കണമെന്ന് ആവശ്യം. തെരുവുനായ്ക്കളുടെ എണ്ണം കുറയുന്നത് പുലി സാന്നിധ്യത്തിന്റെ ലക്ഷണമെന്ന് നാട്ടുകാർ. മങ്കട ഉപജില്ലാ കായികമേളയുടെ ഫുട്ബോൾ മത്സരത്തിനിടെ കൊളത്തൂർ നാഷണൽ സ്കൂളിലെ കായിക അധ്യാപകന് മർദ്ദനമേറ്റ സംഭവം. തെറ്റു ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പരിയാപുരം സെന്റ് മേരീസ് സ്കൂൾ അധികൃതർ. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. ഭരണമികവ് പറയാനില്ലാത്ത CPM ജാതിയും മതവും അടിസ്ഥാനമാക്കി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചുവരുവാൻ നോക്കുകയാണെന്ന് N. ഷംസുദ്ദീൻ MLA. സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെ വർഗീയ ധ്രുവീകരണമുണ്ടാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് CPM ശ്രമമെന്ന് നജീബ് കാന്തപുരം MLA. ഒറ്റപ്പാലം ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. ചുനങ്ങാടാണ് 3 ദിവസങ്ങളിലായി ശാസ്ത്രോത്സവം നടക്കുന്നത്. വാർത്തകൾ വിശദമായി. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം. ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ചികിത്സാ പിഴവില്ലെന്ന് DMO നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാരിന്റെ നടപടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ചികിത്സാ പ്രോട്ടോക്കോളിൽ വീഴ്ച സംഭവിച്ചതായി അന്വേഷണ റിപ്പോർട്ട്. ചികിത്സാ പിഴവിൽ 2 ജൂനിയർ ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. DMO നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാർ നടപടി. ചികിത്സാ പിഴവ് ആരോപണത്തിൽ ഡോക്ടർമാർക്ക് വീഴ്ചയില്ലെന്നായിരുന്നു KGMOയും ആശുപത്രി അധികൃതരും പറഞ്ഞത്. എന്നാൽ പെൺകുട്ടിയുടെ കുടുംബം ആരോപണത്തിൽ ഉറച്ചുനിന്നു. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഓർത്തോ വിഭാഗം മേധാവി വ്യക്തമാക്കിയിരുന്നു. സഹോദരനൊപ്പം കളിക്കുന്നതിനിടെയാണ് കുട്ടിക്ക് കൈക്ക് പരിക്ക് പറ്റിയത്. ആദ്യം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്നും ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ നിന്ന് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷമാണ് കുട്ടിയുടെ കൈക്ക് അസഹനീയമായ വേദന തുടങ്ങുന്നത്. ഇതോടെ കുട്ടിയെ വീണ്ടും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും കയ്യിൽ രക്തയോട്ടം കുറഞ്ഞ് കറുത്തിരുന്നു. ദുർഗന്ധമുള്ള പഴുപ്പും വരാൻ തുടങ്ങി. ഇതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച കുട്ടിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ പാർട്ടികൾ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നു. കോട്ടോപ്പാടം കാപ്പുപറമ്പിൽ ഇറങ്ങിയ കാട്ടാന റബ്ബർ തൈകൾ പിഴുതെറിഞ്ഞു. വെട്ടാറായ വാഴകളും വിളവ് തരുന്ന തെങ്ങും കവുങ്ങും നശിപ്പിച്ചു. ചെട്ടിയമ്പറമ്പിൽ ഷറഫുദ്ദീന്റെ കൃഷിയിടത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് ഒറ്റയാൻ എത്തിയത്. ജനവാസ മേഖലയാണ് ഇത്. വീണ്ടും ആന ഇറങ്ങാതിരിക്കുവാനുള്ള ശക്തമായ പ്രതിരോധം വനംവകുപ്പ് തീർക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അമ്പലപ്പാറ മലയിൽ നിന്നും വീടുകൾക്കിടയിലൂടെ കാപ്പുപറമ്പ് ജംഗ്ഷനിലേക്ക് വന്ന ശേഷം തിരുവിഴാംകുന്ന് അമ്പലപ്പാറ റോഡും അമ്പലപ്പാറ ഇടത്തനാടുകര റോഡും മുറിച്ചു കടന്നാണ് കാപ്പുപറമ്പിലെ കരിപ്പാടത്തേക്ക് ആന എത്തിയത്. ചെട്ടിയമ്പറമ്പിൽ ഷറഫുദ്ദീൻ്റെ 2 വർഷം പ്രായമുള്ള 50ഓളം റബ്ബർ തൈകൾ ആന പിഴുതെറിഞ്ഞു. 100ഓളം കുലച്ച വാഴകളും വിളവ് ലഭിക്കുന്ന 30ഓളം കവുങ്ങുകളും തള്ളിയിട്ട് നശിപ്പിച്ചു. ചെട്ടിയമ്പറമ്പിൽ ഉണ്ണിപ്പൂവിൻ്റെ 10ഓളം തെങ്ങും നശിപ്പിച്ചിട്ടുണ്ട്. ഇത് 3ാം തവണയാണ് കരിപ്പാടത്തെ കൃഷികൾ ആന നശിപ്പിക്കുന്നത്. തക്കതായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് ഷറഫുദ്ദീൻ ആവശ്യപ്പെട്ടു. ആനശല്യമായിട്ട് 3ാമത്തെ പ്രാവശ്യമാണ് ആന കൃഷി സ്ഥലത്ത് കിടക്കുന്നത്. വാഴ, റബ്ബർ, കവുങ്ങ് വിളകളൊക്കെ നാശമായിരിക്കണം. കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടണം. നഷ്ടപരിഹാരം തുച്ഛമായിട്ടേ തരുള്ളൂ. വീടുകൾക്കിടയിലൂടെ റോഡുകൾ മുറിച്ചു കടന്നുള്ള ആനയുടെ വരവ് പ്രദേശത്തുകാർക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. നേരം ഇരുട്ടിയാൽ ഏതു നിമിഷവും ആന വരുമെന്ന സാഹചര്യമാണ് കാപ്പുപറമ്പ് റോഡ് പ്രദേശത്തുകാർക്കുള്ളത്. 2 തവണ ആന വന്നിട്ടും വനം വകുപ്പ് അനങ്ങിയിട്ടില്ല. ഇനിയും ഈ സാഹചര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ പൊതുജനം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് പൊതുപ്രവർത്തകനായ O. ഷിഹാബ് പറഞ്ഞു. അതിൻ്റെതായ നഷ്ടങ്ങൾ കൊടുത്ത് കർഷകരെ നിലനിർത്തുകയും വേണം. അതിൻ്റെ ഒപ്പം ഞങ്ങളൊക്കെ വീടുകൾ ഈ പ്രദേശത്താണ്. ഞങ്ങൾക്കൊരു 5-10 സെൻറ്റ് ഇനി വിൽക്കാൻ പോലല്ല. കാരണം ഇരട്ടവാരി അമ്പലപ്പാറത്തെ അതേ അവസ്ഥ കാപ്പുറമ്പിലും ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിന് അടിയന്തരമായി ഇടപെട്ടിട്ട് ഇത് പെൻസിലിങ് ഫോറസ്റ്റിൻ്റെ അരികെ ക്ലിയർ ആക്കിയിട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആനെ ആക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ വന്നിട്ട് കുത്തിരുന്ന് സമരങ്ങളും മറ്റുള്ള സംഭവങ്ങളും നിലനിർത്തേണ്ടി വരും. അപ്പോൾ അടിയന്തരമായി കച്ചേരിപ്പടിയാണെങ്കിലും സൈലന്റ് വാലി ഫോറസ്റ്റ് ആണെങ്കിലും
ഇതിന് പെൻസിലിങ് നിർബന്ധമായി ശരിയാക്കി അതിൻ്റെ ആൾക്കാരെ നിർത്തി. കാരണം 3-ാം തവണയാണ് ഇനി ഇവിടെ വരുന്നത്. ഇനി ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും മണ്ണാർക്കാട് ഫോറസ്റ്റ് ഓഫീസിൽ വന്നിരുന്ന് ഞങ്ങൾ അതിന് പരിഹാരം കണ്ടിട്ടേ പോരുള്ളൂ എന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ആന ഇറങ്ങിയ കരിപാടത്തിന് 10 മീറ്റർ അകലെയാണ് ഷറഫുദ്ദീന്റെ വീട്. പുലിപ്പേടിയിൽ പയ്യനടം കുളിർമുണ്ട നിവാസികൾ പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലെ കാട് വെട്ടിത്തെളിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞായറാഴ്ച വൈകിട്ടാണ് കുളിർമുണ്ടയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞത്. ഇതേ തുടർന്ന് വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. കുളിർമുണ്ടയിൽ റോഡിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ കാട് പിടിച്ചു കിടക്കുകയാണ്. ഈ കാട്ടിലാണ് പുലിയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ളവ ഉള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയുന്നതും പുലി സാന്നിധ്യത്തിന്റെ ലക്ഷണമാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. അടിയന്തരമായി പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൈലാമ്പാടം പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ പുലിയുടെയും കടുവയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ വ്യാപകമായ കാട് പിടിച്ച് കിടക്കുകയാണ്. കഴിഞ്ഞ കാലമൊക്കെ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ അത് വെട്ടി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ചീരക്കുഴി റബ്ബർ നഴ്സറിയാണ്, അതുപോലെ മറ്റുള്ള സ്വകാര്യ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ തന്നെ അവരെ വിളിച്ച് അടിയന്തരമായി നാളെ തന്നെ കാട് വെട്ടി മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട RRT അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെ സാധാരണ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ തീരുമാനങ്ങൾക്ക് RRT അംഗങ്ങൾ ഇവിടെ സ്ഥല പരിശോധന നടത്തി പുലിയുടെ സാന്നിധ്യമാണെങ്കിൽ ആ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി അതിനുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാട് വെട്ടേണ്ട ആൾക്കാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മങ്കട ഉപജില്ലാ കായികമേളയുടെ ഫുട്ബോൾ മത്സരത്തിനിടെ കൊളത്തൂർ നാഷണൽ സ്കൂളിലെ കായിക അധ്യാപകന് മർദ്ദനമേറ്റ സംഭവത്തിൽ തെറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പരിയാപുരം സെന്റ് മേരീസ് സ്കൂൾ അധികൃതർ. ഈ സ്കൂളിലെ കായികാധ്യാപകന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചെന്നും ഇതിൽ നാട്ടുകാർക്ക് പങ്കുണ്ടെന്നുമുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നമ്മളെ പെരിന്തൽമണ്ണ പോളിടെക്നിക് ഗ്രൗണ്ടിൽ വെച്ചൊരു ഫുട്ബോൾ മത്സരത്തിനിടയിൽ കൊളത്തൂർ സ്കൂളും പരിയാപുരം സ്കൂളിലെ കുട്ടികളും തമ്മിൽ പ്രശ്നമുണ്ടാക്കി അവിടുത്തെ ഒരു കായിക അധ്യാപകനെ കയ്യേറ്റം ചെയ്ത ഒരു വിഷയം വന്നത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ വെള്ളിയാഴ്ച തന്നെ സ്കൂളിൽ അടിയന്തര യോഗം കൂടുകയും കാര്യങ്ങളൊക്കെ വിശദീകരണങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച സ്കൂളിൻ്റെ എല്ലാ മീറ്റിങ്ങുകളും ഇന്നലെ കൂടുകയും ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം അതിൻ്റെ രക്ഷിതാക്കളെയും കുട്ടികളെയൊക്കെ സ്കൂളിൽ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ രക്ഷിതാക്കളോടും കുട്ടികളോടും വിശദീകരണം ഞങ്ങൾ തേടുകയുണ്ടായി. രണ്ട് കുട്ടികളോടും ചോദിക്കണം എന്താ അതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഇവിടെ ചില കാര്യങ്ങൾ അടിവരായിട്ട് ഞാൻ പറയുന്നു. ഒന്ന്, ഈ കുറ്റക്കാരെ ഒരു തരത്തിലും പരിയാപുരം സെൻറ് മേരീസ് സ്കൂൾ സംരക്ഷിക്കില്ല. ഈ തുടർന്നുള്ള മേളകളിൽ നിന്നെല്ലാം ഈ കുറ്റമേറ്റ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്ത മുഴുവൻ കുട്ടികളെയും നമ്മൾ മാറ്റി നിർത്തും. ഇവർക്ക് പിന്നീട് കൗൺസിലിംഗ് അടക്കമുള്ള എല്ലാ കാര്യം കൊടുത്തിട്ട് അവരെ നമ്മൾ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇതിൽ ഇരകളായിപ്പോയ നമ്മുടെ കൊളത്തൂർ സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ കൂടി തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ മാപ്പ് ചോദിച്ചവരാണ്. കാരണം ഞങ്ങളുടെ കുട്ടികൾ ചെയ്ത ആ സത്യത്തിൽ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഹൃദയപൂർവ്വം ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ഇതിൻ്റെ പേരിൽ ഒരു വിദ്യാലയത്തെ അങ്ങോട്ട് തീർത്ത് കളയാമെന്നുള്ള ആ രീതിയിൽ ചിലർ പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾ ഷെയർ ചെയ്ത് ലൈക്ക് കൂട്ടുന്നു. അതൊക്കെ ചെയ്യാം, കാരണം നമ്മൾ അങ്ങനെയുള്ള ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ തളർന്നു പോകില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ 3000-ഓളം കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾ വിശ്വസ്തോടെ അയക്കുന്ന ഒരു വിദ്യാലയമാണ്. ഓരോ വർഷവും നേട്ടങ്ങൾ, ഇപ്പം നെഗറ്റീവ് വാർത്ത ഒന്നുണ്ടെങ്കിലും 1000 വാർത്തകൾ നിങ്ങൾ തന്നെ ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് ഓരോ ദിവസം കൊടുക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു വിജയത്തിലേക്ക് ഞങ്ങളുടെ കൂട്ടായ ശ്രമങ്ങൾ ഇനിയുണ്ടാവും. പെരിന്തൽമണ്ണ പോളിടെക്നിക് ഗ്രൗണ്ടിൽ നടന്ന മങ്കട ഉപജില്ലാ കായികമേളയുടെ ഫുട്ബോൾ മത്സരത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ ഇടപെട്ട കൊളത്തൂർ നാഷണൽ സ്കൂളിലെ അധ്യാപകൻ ശ്രീരാഗിനാണ് വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. പരിയാപുരം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. സംഭവത്തെ പരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിവിധ സ്കൂൾ സമിതികളുടെ സംയുക്ത യോഗം അപലപിച്ചു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് അംഗം അനിൽ പുലിപ്രയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഫുട്ബോൾ മത്സരം പൂർത്തിയായ ശേഷം കായികാധ്യാപകനും മത്സരത്തിൽ പങ്കെടുത്ത 18 വിദ്യാർത്ഥികളും സ്കൂളിൽ തിരിച്ചെത്തിയിരുന്നു. വീട്ടിൽ നിന്നും കളി കാണാൻ പോയ ചിലർ പ്രകോപനത്തിന് മുതിർന്നതാണ് പ്രശ്നത്തിന് കാരണമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സെമിഫൈനൽ നടന്നത്. അപ്പോൾ നമ്മുടെ കായികാധ്യാപകനും പിന്നെ ഓഫീസിലെ സ്റ്റാഫ് സാബുവും അതുപോലെ 18 കുട്ടികൾ
അവരാണ് ജൂനിയർ ടീമിലുള്ളത്. ഹൈസ്കൂളിലെ 7 കുട്ടികളും പ്ലസ് വണ്ണിലുള്ള 11 കുട്ടികൾ. ഇവരൊരുമിച്ച് ഗ്രൗണ്ടിൽ പോയി. സെമി ഫൈനൽ മത്സരം നന്നായി നടന്നു. 1 ഗോളിന് സെൻറ് മേരീസ് ടീം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീമിലെ മുഴുവൻ കുട്ടികളായിട്ട്, പിന്നെ ഈ ടീമിലുള്ള ഒരു കുട്ടി അവിടെ ഇല്ല, മുഴുവൻ കുട്ടികളായിട്ട് നമ്മുടെ കായികാധ്യാപകരും കുട്ടികളും തിരിച്ചു വന്നു. അവർ നാളെ തുടങ്ങുന്ന സബ് ജില്ലാ കായികമേളയ്ക്കുള്ള പ്രാക്ടീസ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിബി സാറാണെങ്കിലോ നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട്, കായികമേളയുടെ എൻട്രി ഉണ്ട്. ആ എൻട്രി പൂർത്തിയാക്കുമ്പോഴാണ് ഇങ്ങനൊരു അപകടം അവിടെ ഉണ്ടാകുന്നത്. സ്കൂളിലേക്ക് HM വിളിച്ച് AU അറിയിക്കുന്നത് ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആരാ അവിടെ ഉണ്ടായിരുന്നത്? അവിടെ ഒരു കാരണവശാലും എത്തേണ്ടാത്ത കുട്ടികൾ വീട്ടിൽ നിന്നും കളർ ഡ്രസ് ധരിച്ച് ഗ്രൗണ്ടിൽ കളി കാണാൻ വേണ്ടി പോയ ചില കുട്ടികളും, വളരെ കുറച്ച് കുട്ടികളും, പിന്നെ അവരുടെ ചില ഫ്രണ്ട്സ്, ഇവിടെ പഠിച്ചു പോയ കുട്ടികളൊക്കെ ആയിട്ട്, അവർക്ക് ചിലപ്പോൾ പഴയ വൈരാഗ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. എന്തായാലും അവരാണ് അവിടെ കളി കാണാൻ വേണ്ടി പോയിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ അവിടെ കാണാതിരുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അല്ലാതാവുന്നില്ല. ഇവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിന് നമുക്കൊരു ന്യായീകരണവും ഇല്ല. മാത്രമല്ല ആ കുട്ടികളുമായിട്ടും കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചു. അവിടെ പോയ ചില കുട്ടികൾ സംസാരിച്ചു. അവർ പറയുന്നതിൽ അവർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ആ കൊളത്തൂർ സ്കൂളിലെ ചില കുട്ടികൾ അസഭ്യം പറഞ്ഞ രീതിയിലും, ആ അസഭ്യം പറഞ്ഞപ്പോഴാണ് അടിച്ചതെന്നും, അതുപോലെ അവിടുത്തെ നമ്മുടെ മർദ്ദനമേറ്റ അധ്യാപകൻ, അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്, ഒരു കുട്ടിയെ പോലെ തോന്നുന്നു. അപ്പം മാഷാന്നറിയാതെ ഉണ്ടായ ഒരു ആക്രമണവും ഒക്കെയുണ്ട്. അതുപോലെ മറ്റൊരു കായികാധ്യാപകൻ കൂടി അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ചില മോശമായ അനുഭവങ്ങൾ കുട്ടികൾക്കുണ്ടായി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതൊന്നും പക്ഷേ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. മാത്രമല്ല അത് ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അവർ പോലീസ് മൊഴിയെടുക്കുന്നുണ്ട്. കാരണം തല്ല് കിട്ടിയ കുട്ടികളോട് മൊഴിയെടുക്കുന്നുണ്ട്, തല്ല് വാങ്ങിയ അധ്യാപകനോട് മൊഴിയെടുക്കുന്നുണ്ട്. ഇവരോട് ഈ കുട്ടികളോട് ചോദിക്കുമല്ലോ. അപ്പോൾ അത് അവർ പറഞ്ഞോട്ടെ. ഞങ്ങൾ വിദ്യാലയം അതിനെ ഓൺ ചെയ്യില്ല. കാരണം അതിനേക്കാൾ ഗുരുതരമായ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു. ഒരു കുട്ടികളോടോ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ നോവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഒരു അധ്യാപകനെ അല്ല, ഒരാളുടെ ദേഹത്ത് കരം സ്പർശിക്കാൻ ഈ സ്കൂൾ ആരെ അനുവദിക്കൂല. അങ്ങനത്തെ പാഠമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം, അത് ഇന്നലെ പത്രപ്രസ്താവനയായിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. AEO മുതൽ DG തലം വരെ എല്ലാവർക്കും RDD തലം വരെ എല്ലാവർക്കും റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അതിക്രമങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല. ഇതിൽ പങ്കാളികളായ നമ്മുടെ സ്കൂളിന്റെ നിയമം തെറ്റിച്ച് രക്ഷിതാക്കളെ പോലും കബളിപ്പിച്ച് ഈ ഗ്രൗണ്ടിൽ ഒരു റോളും ഇല്ലാതെ അവിടെ പോയിരുന്ന് കളി കാണാൻ പോയ ഇവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പും പോലീസും നിർദ്ദേശിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പഞ്ചായത്ത് അംഗം അനിൽ പുലിപ്ര, അധ്യാപകൻ മനോജ് വീട്ടുവേലിക്കുന്നേൽ, PTA പ്രസിഡന്റ് ഷാജി ജോർജ്, വൈസ് പ്രസിഡന്റ് AV റഷീദ്, സ്കൂൾ ജാഗ്രതാ സമിതി പ്രസിഡന്റ് സൽമാൻ ഫാരിസ് എന്നിവർ അറിയിച്ചു. ഈ സ്കൂളിലെ കായികാധ്യാപകനെയും കൂട്ടി മർദ്ദിച്ചെന്നും നാട്ടുകാരും പോയി തല്ലിയെന്നുമുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അധ്യാപകൻ മനോജ് വീട്ടുവേലിക്കുന്നേൽ പറഞ്ഞു. അതിൽ പറയുന്ന ഒരു വാർത്ത നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എങ്കിലും അവർ കൊടുത്ത വാർത്തകളിൽ പറയുന്നത് കായികാധ്യാപകന്റെ പ്രേരണയോടുകൂടി ഈ ഫുട്ബോൾ ടീമിലെ കുട്ടികൾ അടിച്ചു എന്നാണ് പറഞ്ഞത്. അല്ല, കായികാധ്യാപകൻ അവിടെ ഇല്ല. നമ്മൾ എത്രയോ മേളകൾ നടത്തിയിട്ടുള്ളവരാണ്. ഇപ്പൊ ഇന്നലെ സ്റ്റേറ്റ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിവിടെ വന്നവരാണ്. അപ്പം നമുക്കങ്ങനെ അടി കൊടുത്തിട്ട് വിജയം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഒരു ഗതികേട് നമ്മുടെ സ്കൂളിനില്ല. അപ്പോൾ അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും കായികാധ്യാപകൻ അവിടെ ഇല്ല. ടീമിലുണ്ട മുഴുവൻ കുട്ടികളും സ്കൂളിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ നാട്ടുകാരടിക്കാൻ വന്നു പറയും. നമ്മുടെ ജൂനിയർ ഫുട്ബോൾ കാണാൻ വേണ്ടി പരിയാപുരത്ത് നാട്ടുകാർ ഒരാൾ പോലും അവിടെ ഇല്ല. അവിടെ ഉള്ളത് ഒരു സംഘം ചേർന്നിട്ട് ചില കുട്ടികൾ അവിടെ കാണിച്ച അവരുടെ ഭാഗത്തുണ്ടായ ചില വീഴ്ചകളാണ്. നമ്മൾ അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നടപടി സ്വീകരിക്കും. അതിന് പോലീസും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ഏത് നിർദ്ദേശം തന്നാലും അത് അക്ഷരം പ്രതി നമ്മൾ ഉപയോഗിക്കും. അതല്ലാതെ തന്നെ നമ്മൾ പോലീസൊക്കെ ചില കുട്ടികളുടെ ഫോട്ടോസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ നിയമം നൽകുന്ന അങ്ങേയറ്റത്തെ ശിക്ഷ അവർക്ക് നമ്മൾ കൊടുത്തിരിക്കും. അതേസമയം സ്കൂളിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും അധ്യാപകരും PTA കമ്മിറ്റി ഭാരവാഹികളും പറഞ്ഞു. പോലീസിന്റെ സഹായത്തോടെ തിരിച്ചറിഞ്ഞ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും വിളിച്ചു വരുത്തി പ്രത്യേക യോഗം ചേർന്നു. അടിപിടിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ തുടർന്നുള്ള എല്ലാ മേളകളിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചു. ഭരണ മികവ് പറഞ്ഞ് CPM-ന് തിരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ലെന്നും ജാതിയും മതവും അടിസ്ഥാനമാക്കിയുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചുവരുവാൻ സാധിക്കുമോ എന്നാണ് അവർ നോക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും MLA-യുമായ N. ഷംസുദ്ദീൻ MLA പറഞ്ഞു.
സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെ വർഗീയ ധ്രുവീകരണമുണ്ടാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് CPM-ന്റെ ശ്രമമെന്ന് നജീബ് കാന്തപുരം MLA-യും പറഞ്ഞു. ആലിപ്പറമ്പ് പഞ്ചായത്ത് UDF നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തകരെ സജ്ജരാക്കാൻ ആലിപ്പറമ്പ് പഞ്ചായത്ത് UDF നേതൃസംഗമം സംഘടിപ്പിച്ചു. പാറൽ, പൊന്നുള്ളി, കസർത്താജ് ഓഡിറ്റോറിയത്തിലാണ് സംഗമം നടന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും MLA-യുമായ അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഭരണമികവ് പറഞ്ഞ അടുത്ത തിരഞ്ഞെടുപ്പിൽ CPM-ന് ജയിക്കാൻ സാധിക്കില്ല. പകരം ജാതിയും മതവും അടിസ്ഥാനമാക്കിയുള്ള സമ്മേളനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരാൻ കഴിയുമോ എന്നാണ് അവർ നോക്കുന്നതെന്നും N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ വിശ്വാസി സമൂഹത്തെ അപമാനിച്ചവർ ഇന്ന് അയ്യപ്പ സംഗമം നടത്തി അപഹാസ്യരായിരിക്കുകയാണെന്നും N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. വിശ്വാസി സമൂഹത്തെ എന്നും ബഹുമാനിക്കുന്ന മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. എന്നാൽ ഈ വിശ്വാസി സമൂഹത്തെ ഏറെ അപമാനിച്ചവരാണ് പിണറായി സർക്കാർ എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഏതാനും വർഷം മുമ്പ് ഒരു കോടതി വിധിയുടെ മറ പിടിച്ചുകൊണ്ട് ശബരിമലയെ അവഹേളിച്ചവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. സ്ത്രീ പ്രവേശനത്തിന്റെ പേര് പറഞ്ഞ് ആക്ടിവിസ്റ്റുകളെ പിണറായിയുടെ പോലീസ് എത്ര പണിപ്പെട്ടാണ് സന്നിധാനത്ത് എത്തിച്ചത്. അങ്ങനെയുള്ള ഒരു കൂട്ടർ ശബരിമലയെ അവഹേളിച്ചവർ വിശ്വാസപ്രകാരം 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സഹോദരിമാർ സന്നിധാനത്ത് വരാൻ പാടില്ല, അയ്യപ്പ ദർശനത്തിൽ പോകാൻ പാടില്ല. അതൊരു ആചാരമാണ്, വിശ്വാസമാണ്. അത് ബോധപൂർവം ലംഘിക്കുകയായിരുന്നു പിണറായിയുടെ ഗവൺമെന്റ്. എന്നിട്ട് അതിനെ ന്യായീകരിച്ച് രാജ്യത്ത് വനിതാ മതിൽ ഒക്കെ സൃഷ്ടിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ആ CPM-കാരാണ്, ആ പിണറായിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. 4000 പേർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി. 4000 പേർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് 3000 പേര് രജിസ്റ്റർ ചെയ്തു എന്ന് അവകാശപ്പെട്ടു. പങ്കെടുത്തത് ഏതായാലും 656 ആൾക്കാരാണ്. ആ 656 ആളുകളിൽ തന്നെ പിണറായിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോ പകുതിയിലധികം ആളുകൾ എഴുന്നേറ്റ്. അത് ദേവസ്വം ബോർഡ് ജീവനക്കാരായിരുന്നു. കാരണം അവർക്ക് മന്ത്രിമാര് വരുമ്പോ സദസ്സ് തടച്ചു കൊടുക്കും. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോ ആ 656 പകുതി ആളുകൾ എഴുന്നേറ്റ് പോയി. അപ്പൊ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് ഇത്രയും പേരാണ്. അതിനുവേണ്ടി ചെലവാക്കിയത് കോടികളാണ്. അപ്പൊ ഇത്തരം ആളുകളെ പറ്റിക്കുന്ന സമീപനങ്ങളൊക്കെ ജനം തിരിച്ചറിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനാണ്. അയ്യപ്പനെ അപമാനിച്ചവർ, ശബരിമലയെ കളങ്കിതമാക്കിയവർ ഇന്ന് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചാൽ ജനം ഞങ്ങളുടെ കൂടെ വരുമെന്ന് കരുതി. അതിന്റെ കൂടെ തന്നെ അവർ പ്രഖ്യാപിച്ചു, ഞങ്ങളൊരു ന്യൂനപക്ഷ സംഗമവും നടത്തും. അപ്പൊ ജാതിയും മതവും ഒക്കെ അടിസ്ഥാനത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമോ എന്നാണ് പിണറായി നോക്കുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ വികസനങ്ങൾ പറഞ്ഞ് CPM-ന് വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ സാധിക്കില്ലെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ നജീബ് കാന്തപുരം MLA പറഞ്ഞു. സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെ വർഗീയ ധ്രുവീകരണമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് CPM-ന്റെ ശ്രമമെന്നും നജീബ് കാന്തപുരം MLA ആരോപിച്ചു. അതുകൊണ്ട് സ്വാഭാവികമായും ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വരാനാണ് ശ്രമിക്കുക എന്നാണ് നാം പ്രതീക്ഷിച്ചത്. എന്നാൽ CPIM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, ഞങ്ങൾ 3-ാം ഊഴത്തിലേക്ക് വരും. ഞങ്ങൾ വരാനിടയാകുന്ന സാഹചര്യം UDF-നെ പിന്തുണച്ച സാമുദായിക സംഘടനകൾ ഇത്തവണ ഞങ്ങളെ പിന്തുണക്കുന്നതുകൊണ്ട് ഞങ്ങൾ വരുമെന്ന്. നിങ്ങൾ നോക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടി അവർ മുന്നോട്ട് വെക്കുന്ന വികസന നയങ്ങളെയെല്ലാം തിരസ്കരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് പറയാനില്ലാതെ ഈ നാട്ടിലെ ചില സാമുദായിക കക്ഷികളെ ചേർത്ത് നിർത്തി ഞങ്ങളൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കും എന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഒരു ചക്ക വീണപ്പോൾ കിട്ടിയ മുയലാണ് 2ാം തുടർച്ച ഭരണം എന്ന് പറയുന്നത്. കാരണം പിണറായി സർക്കാരിനെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തതല്ല. അന്ന് ഒരു കോവിഡ് സാഹചര്യത്തിൽ കേരളത്തിൽ രൂപപ്പെട്ട പ്രത്യേക അന്തരീക്ഷത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നാണ്
പിണറായി സർക്കാരിന്റെ രണ്ടാം ഊഴമുണ്ടായത്. അങ്ങനെ ഒരു ഊഴമുണ്ടാകാൻ ഒരു നിലക്കും സാധ്യതയില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പായപ്പോൾ കേരളത്തിൽ എന്ത് വർഗീയമായ വിഭജനം ഉണ്ടാക്കാൻ കഴിയും, കേരളത്തിൽ ഏത് തരത്തിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ സാധിക്കും, അതെങ്ങനെ ഞങ്ങൾക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നാണ് അവർ ആലോചിച്ചത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അയ്യപ്പ സംഗമം പമ്പയിൽ നടന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പമ്പയിലേക്ക് വിശ്വാസപൂർവം പോയിട്ടില്ലാത്ത കുറെ ആളുകളെ സ്റ്റാർ ഹോട്ടലുകളിൽ താമസിപ്പിച്ചിട്ട് ആ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ വിവരിക്കുന്ന ലഘുലേഖ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. KPCC സെക്രട്ടറി വി ബാബുരാജ്, മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് AK നാസർ, DCC സെക്രട്ടറിമാരായ സമദ് മങ്കട, C സുകുമാരൻ, CK ഹാരിസ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മോഹൻദാസ് നെടുമ്പെട്ടി, CT നൌഷാദ് അലി, TK ഹംസ, KK ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ആലിപ്പറമ്പ് പഞ്ചായത്ത് UDF നേതൃസംഗമം നടത്തിയത്. ഈ മാസം മേഖലാ റാലികളും തുടർന്ന് വാർഡ് തല കൺവെൻഷനുകളും സംഘടിപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ BMS വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി K രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാന്നന്നൂരിൽ നിന്നും ആരംഭിച്ച പദയാത്ര BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ജാഥാ ക്യാപ്റ്റനായ C പുഷ്പരാജിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചോറോട്ടൂർ, തൃക്കങ്ങോട്, മരിശ്ശേരി തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ പദയാത്ര വാണിയംകുളം സെന്ററിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ സെക്രട്ടറി K രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K സോമസുന്ദരൻ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ, മേഖലാ ജോയിന്റ് സെക്രട്ടറി P രാജേഷ്, ജാഥാ ക്യാപ്റ്റൻ C പുഷ്പരാജ്, പഞ്ചായത്ത് ഭാരവാഹികളായ VP സുരേഷ്, TJ സലോമി, PP ശ്രീധരൻ, C ഷാജി എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് നഗരത്തിലൂടെ കരിങ്കൽ ഉൾപ്പെടെയുള്ള ക്വാറി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നത് ഷീറ്റ് മൂടുന്നത് അടക്കമുള്ള മുൻകരുതലുകൾ ഇല്ലാതെ കരിങ്കല്ലുകൾ ലോറിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന വിധത്തിലാണ് കൊണ്ടുപോകുന്നത്. കണ്ണടച്ച് അധികൃതർ. കരിങ്കൽ, പാറപ്പൊടി തുടങ്ങിയ ക്വാറി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ലോഡ് മറയുന്ന വിധത്തിൽ മൂടണമെന്നാണ് നിയമം. ലോറിയിൽ നിന്ന് പൊടിയും കല്ലുകളും താഴെ വീണ അപകടം ഒഴിവാക്കാനാണിത്. നിയമലംഘനത്തിന് 5000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് പിഴ. എന്നാൽ ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയാണ് ക്വാറി ഉൽപ്പന്നങ്ങളുമായി വാഹനങ്ങൾ പായുന്നത്. സ്കൂളുകൾക്ക് മുമ്പിലൂടെയും തിരക്കേറിയ നഗരത്തിലൂടെയും നഗരങ്ങളിലെ ഇടുങ്ങിയ റോഡുകളിലൂടെയും ഇത്തരത്തിൽ ലോഡ് കയറ്റി വാഹനങ്ങൾ പോകുന്നുണ്ട്. അധികൃതരുടെ കൺമുന്നിൽ നിയമലംഘനം നടക്കുമ്പോഴും ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഖാദർ അലി ക്ലബ്ബും പ്രീമിയർ ക്ലബ്ബും രംഗത്ത്. 2 ക്ലബ്ബുകൾ മൈതാനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ചയായി. മുൻ ധാരണ പ്രകാരം 1.5 വർഷം ഇടവിട്ട് 2 ക്ലബ്ബുകൾക്കും ഗ്രൗണ്ട് അനുവദിക്കാൻ ആയിരുന്നു നഗരസഭയുടെ തീരുമാനം. ഖാദർ അലി ക്ലബ്ബ് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ടൂർണമെന്റിന് ഗ്രൗണ്ട് അനുവദിക്കണമെന്ന് ക്ലബിന്റെ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ പച്ചേരി ഫാറൂഖ് കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അടുത്ത 10-ന് ഇരു ക്ലബ്ബുകളുടെയും പ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനിക്കുമെന്ന് ചെയർപേഴ്സൺ P ഷാജി അറിയിച്ചു. 53ാമത് ഖാദർ അലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബറിൽ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ഖാദർ അലി ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു. ടൂർണമെന്റ് ഡിസംബർ 20-ന് തുടങ്ങാനാണ് തീരുമാനം. ഇതിനിടെയാണ് ടൂർണമെന്റ് നടത്താൻ നെഹ്റു സ്റ്റേഡിയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രീമിയർ ക്ലബ്ബ് നഗരസഭയ്ക്ക് കത്ത് നൽകിയത്. മൈതാനം ആവശ്യപ്പെട്ട് 2 ക്ലബ്ബുകൾ രംഗത്ത് വന്ന സാഹചര്യത്തിൽ വിഷയം തിങ്കളാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. സംഘാടക സമിതി രൂപീകരിച്ച് ടൂർണമെന്റ് നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ട് പോയെന്നും ഖാദർ അലി ക്ലബ്ബ് സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ പച്ചേരി ഫാറൂഖ് കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. നെഹ്റു സ്റ്റേഡിയം മൈതാനം അനുവദിക്കണമെന്നും പച്ചേരി ഫാറൂഖ് ആവശ്യപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. സംഘാടന സമിതി ഉണ്ടായി, പിക്ചർ ഇട്ടിട്ടുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഗാലറി കരാർ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം നടപടിക്രമം ഒരു 60% അതിന് ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പൂർത്തിയാക്കിയ സമയത്താണ് ഈ
പ്രീമിയർ ക്ലബ്ബ് നൽകിയ കത്ത് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി കൗൺസിൽ യോഗത്തിൽ കാണിച്ചു. കേരള സെവൻസ് ഫുട്ബോൾ മാനേജ്മെന്റ് അസോസിയേഷൻ ടൂർണമെന്റിന് ടീമുകളെ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ കത്താണിതെന്നാണ് ചെയർമാൻ പറഞ്ഞത്. 2 ക്ലബ്ബുകൾ മൈതാനം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഒക്ടോബർ 10-ന് 2 ക്ലബ്ബുകളുടെയും പ്രതിനിധികളുടെ യോഗം ചേരും. ഈ യോഗത്തിൽ ഗ്രൗണ്ട് അനുവദിക്കുന്ന കാര്യം തീരുമാനിക്കുമെന്ന് ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു മാസത്തോളം നമുക്ക് കളിയാണ് നമ്മൾ അതിനുള്ള സൗകര്യം ആ ആളുകളുടെ എന്റർടൈൻമെന്റിനെ പരിഗണിക്കുമ്പോൾ നമുക്ക് ഈ തത്വം പരിഗണിക്കുന്നത്. കാരണം എന്താ, ടീമിനെ കൊടുത്തിട്ടുള്ളത് ആർക്കാണ്? പ്രീമിയർ ക്ലബ്. അവർക്ക് കത്തുണ്ടല്ലോ. ഓക്കെ, അതിനാണ് അവസരം പറഞ്ഞത്. 10-ാം തീയതി 2 ടീമിന്റെ ആളുകളെ പ്രശ്നം. ഓക്കെ, നമുക്ക് പെരുന്തൽമണ്ണക്കാർക്ക് ഈ വർഷവും സെവൻസ് ആസ്വദിക്കാൻ പറ്റും. കൗൺസിൽ അതേസമയം 2022 ധാരണാപ്രകാരം FC ക്ലബിനും മൈതാനം അനുവദിക്കണമെന്ന തീരുമാനമുണ്ടെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ മൻസൂർ നെച്ചിയിൽ പറഞ്ഞു. എന്നാൽ FC ക്ലബ്ബ് ഈ വർഷം ഗ്രൗണ്ട് അനുവദിക്കാൻ അപേക്ഷ നൽകിയിട്ടില്ല. ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് എല്ലാ ഖാദർലി ടൂർണമെൻറ്റുകളിൽ നിന്നുള്ള വരുമാനം വിനിയോഗിക്കുന്നതെന്ന് പച്ചേരി ഫാറൂഖ് യോഗത്തിൽ സൂചിപ്പിച്ചു. 2022 ഇതേ പ്രശ്നം ഉയർന്നപ്പോൾ നെഹ്റു സ്റ്റേഡിയം ലഭിക്കാത്തതിനെ തുടർന്ന് ഖാദർലി ക്ലബിൻ്റെ 50ാമത് ടൂർണമെൻറ്റ് പട്ടിക്കാട് ഹൈസ്കൂൾ മൈതാനത്താണ് നടത്തിയത്. പ്രീമിയർ ക്ലബ്ബ് നെഹ്റു സ്റ്റേഡിയത്തിൽ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയും ചെയ്തു. 2023-2024 വർഷങ്ങളിൽ ഖാദർലി ക്ലബ്ബാണ് പെരിന്തൽമണ്ണ സ്റ്റേഡിയത്തിൽ ടൂർണമെൻറ്റ് നടത്തിയത്. ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ചുനങ്ങാട് സ്കൂളിൽ തിരിതെളിഞ്ഞു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രോത്സവം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ചുനങ്ങാടുള്ള AVM ഹയർ സെക്കൻഡറി സ്കൂളിലും MSVM UP സ്കൂളിലുമായാണ് ഈ വർഷത്തെ ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. 6, 7, 8 തീയതികളിലായാണ് ശാസ്ത്രോത്സവം അരങ്ങേറുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 85ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 4000ഓളം വിദ്യാർത്ഥികൾ ശാസ്ത്രോത്സവത്തിൽ മാറ്റുരയ്ക്കും. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. 4000ഓളം കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ മാറ്റുരയ്ക്കൽ ചടങ്ങുകൾ പ്രവർത്തികൾ ഓരോ ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 മണി മുതൽ തന്നെ കൃത്യമായി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങി വെച്ചാൽ മാത്രമാണ് ഈ 3 ദിവസം കൊണ്ട് ഈ പരിപാടികൾ പൂർത്തീകരിക്കുകയുള്ളൂ. അതിനിടയിൽ നമുക്കിതൊരു ചടങ്ങ് എന്ന നിലയ്ക്ക് നടത്തിയേ പറ്റൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ്, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ബിന്ദു, വാർഡ് മെമ്പർ KT ഷമീർ, DO സിജു തോമസ്, AO P അബ്ദുൽ ഖാദർ, BPC PM വെങ്കടേശ്വരൻ, AVM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സജു T വർഗീസ്, മറ്റ് അധ്യാപക സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി ശുചിത്വ സുന്ദര ഒറ്റപ്പാലത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ ശുചീകരണ തൊഴിലാളികളുടെ സംഗമം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിലാണ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി ശുചിത്വ സുന്ദര ഒറ്റപ്പാലത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ ശുചീകരണ തൊഴിലാളികളുടെ സംഗമം നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരും വലിച്ചെറിയരുത്. അതേപോലെ തന്നെ ഒറ്റത്താൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കരുത്. അത് പ്ലാസ്റ്റിക് പരമാവധി ഉപയോഗം കുറയ്ക്കുക. അത്തരം സന്ദേശങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് വർക്കുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് നിർത്താൻ പറ്റില്ല. നമ്മൾ തുടർന്ന് പിന്നെ പറഞ്ഞുകൊണ്ട് പോയാലാണ് ആളുകളുടെ ഉള്ളിൽ അതിനെപ്പറ്റി ബോധമുണ്ടാവുകയുള്ളൂ. നമ്മൾ ഒരുപാട് പ്രാവശ്യം വൃത്തിയാക്കുകയും പറയുകയും ചെയ്തിട്ടും നമുക്കൊരു 50% വരെയാണ് നമ്മുടെ മാലിന്യമുക്തം നമുക്ക് പ്രഖ്യാപിക്കാൻ അതിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഫൈന് ഗവൺമെന്റ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് 100% നമുക്കായത്. സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ അധ്യക്ഷയായി. KSW MP എഞ്ചിനീയർ C അലീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റത്തവണ ഉപയോഗമുള്ള പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം, മാലിന്യ സംസ്കരണത്തിലെ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളുടെ ഉപയോഗം എന്ന വിഷയത്തിൽ ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ A ഷെരീഫ് ക്ലാസ് എടുത്തു. തൊഴിലാളികളെ ആദരിക്കലും നടന്നു. സ്ഥിരസമിതി അധ്യക്ഷരായ T ലത, K അബ്ദുൽ നാസർ, നഗരസഭാ സെക്രട്ടറി AS പ്രദീപ്, മുനിസിപ്പൽ എഞ്ചിനീയർ മാലിനി, ക്ലീൻ സിറ്റി മാനേജർ വിസ്മൽ,
PA ദീപ എന്നിവർ സംസാരിച്ചു. മലബാറിൽ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മാമാങ്കത്തിന് അരങ്ങുണർന്നു. തച്ചനാട്ടുകര പാലോട് മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 8ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് ഞായറാഴ്ച തുടക്കമായി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലിം മാസ്റ്റർ മേള ഉദ്ഘാടനം ചെയ്തു. മലബാറിന്റെ കായിക മാമാങ്കം. ഈ വർഷത്തെ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തച്ചനാട്ടുകര പാലോട് മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അരങ്ങുണർത്തി. ജീവകാരുണ്യ പ്രവർത്തനം മാത്രം ലക്ഷ്യമാക്കി കഴിഞ്ഞ 8 വർഷമായി ക്ലബ്ബ് മേള സംഘടിപ്പിച്ചു വരുന്നുണ്ട്. പലസ്തീൻ ഐക്യദാർഢ്യവുമായി ഇത്തവണത്തെ മേളയ്ക്ക് ഞായറാഴ്ച തുടക്കമായി. മേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം നിർവഹിച്ചു. വ്യക്തിപരമായി ഒരു സാമ്പത്തികമായ ലാഭമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റു നേട്ടങ്ങളോ ഉണ്ടാകുന്നതിനേക്കാളപ്പുറത്ത് തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴത്തെ ഭാക്ഷേറിൽ അമർന്നിരിക്കെ ആനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിരിക്കെന്ത് ചാരിതാർത്ഥ്യം എന്ന കവിവചനങ്ങൾ അന്വർത്ഥമാക്കുമാറ് തങ്ങളുടെ ചുറ്റുപാടുമുള്ളവന്റെ വേദനകളെ ഇല്ലാതെയാക്കാൻ, അവന്റെ സങ്കടങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കാൻ, അവന്റെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് കുപ്പിയെടുക്കാൻ ഒരു കൈലേസായി മാറുന്ന മനോഹരമായ കാഴ്ചയാണ് തീർച്ചയായിട്ടും ഈ കാൽപന്ത് കളിയുടെ മൈതാനത്ത് അരങ്ങേറുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് PT ഷമീർ അധ്യക്ഷനായി. സെക്രട്ടറി TK മുസ്തഫ, KT ജലീൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ K ഹംസപ്പ, PK കൃഷ്ണദാസ്, പാലോട് മണികണ്ഠൻ, EM നവാസ്, ക്ലബ്ബ് ഭാരവാഹികളായ TP അൻസാർ, PK ഹാരിസ്, P റഫീഖ്, PK ഹനീഫ, M ബാബു, TP ഹാരിസ്, KK നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. YSK കരിപ്പമണ്ണയും ഫ്രണ്ട്സ് പുന്നക്കുന്നും തമ്മിലാണ് ആദ്യ മത്സരം നടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ YSK കരിപ്പമണ്ണ ജേതാക്കളായി. ഇരുപത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ 24 ടീമുകൾ മാറ്റുരയ്ക്കും. മേളയിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുകയെന്ന് ക്ലബ് അംഗങ്ങൾ അറിയിച്ചു. ഫുട്ബോൾ മേളയിലൂടെ മാത്രം 30 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ മൈത്രി ക്ലബിന് സാധിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച പുളിയക്കാട്ട് തെരുവ്, ആശാരിക്കടവ്, കുളിക്കടവ് നാടിന് സമർപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് തുക മാറ്റിവെക്കുന്നുണ്ട്. ഈ വർഷം 12 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതിനു പുറമെ മറ്റുള്ളവരൊന്നും ഏറ്റെടുക്കാത്ത ഒരു പ്രവർത്തനം എന്ന രീതിയിൽ കൗ ലിഫ്റ്റിംഗ് മെഷീൻ എന്ന ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും, നമുക്കറിയാം പശു വളർത്തുന്നവർക്കറിയാം, അല്ലെ കന്നുകാലിനെ വളർത്തുന്നവർക്കറിയാം, എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട്, ആരോഗ്യ പ്രശ്നം കൊണ്ട് ഒരു പശു അല്ലെങ്കിൽ ഒരു കന്നുകാലി കിടന്നു പോയാൽ അതുങ്ങളെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുങ്ങളെ താങ്ങി നിർത്തുന്നതിന് വേണ്ടി, ചികിത്സിക്കാൻ വേണ്ടി നിർത്തുന്നതിന് വേണ്ടിയിട്ട് കൗ ലിഫ്റ്റിംഗ് മെഷീൻ എന്ന രീതിയിൽ ഒരു പ്രോജക്റ്റ് വെക്കുകയും അത് നല്ല രീതിയിൽ നടപ്പാക്കുകയും ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു ക്ഷീരസംഘത്തിന് അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആ ക്ഷീരസംഘങ്ങളിൽ വെച്ചിട്ട് ആളുകളുടെ ഉപയോഗത്തിനനുസരിച്ച് കൊണ്ടുപോയി തിരിച്ചെത്തിക്കുന്ന ഒരു രീതിയിലാണ് അതിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുളിക്കടവിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വികസനം സ്ഥിരം സമിതി ചെയർപേഴ്സൺ VK രാധിക അധ്യക്ഷയായി. വാർഡ് മെമ്പർ KK ലിനി, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MC വാസുദേവൻ, P രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പട്ടാമ്പി ഉപജില്ലാ സർഗോത്സവം തുടങ്ങി. 2 ദിവസങ്ങളിലായി കാരമ്പത്തൂർ AUP സ്കൂളിലാണ് സർഗോത്സവം നടക്കുന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പട്ടാമ്പി ഉപജില്ലാ സർഗോത്സവമാണ് കാരമ്പത്തൂർ AUP സ്കൂളിൽ നടക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സർഗോത്സവത്തിൽ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ അധ്യാപികയും ജോസഫ് മുണ്ടശ്ശേരി സ്മാരക അവാർഡ് ജേതാവുമായ സുധാ തെക്കേമഠം സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടെയാണ് വരുന്നത്. കാരണം അവർക്കറിയാം പങ്കെടുത്ത് പോകുമ്പോൾ ആരെയും വെറുതെ വിടുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് തിരിച്ചു പോകുമ്പോൾ നല്ലൊരു സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അത് മതിയല്ലോ. പിന്നെ ഏതെങ്കിലും കൂട്ടത്തിൽ കുറച്ച് മെച്ചപ്പെട്ട ഒരാളെ അടുത്ത തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് കൊണ്ട് മാത്രം അവിടെ ചെറിയ രീതിയിൽ, എന്നാൽ മറ്റുള്ളവർക്കൊന്നും അത് അനുഭവിക്കുന്നില്ല, അവരാരും ആ ഒരു സമ്മർദ്ദമൊന്നും അനുഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിദ്യാരംഗം. ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഈ കലാപരിപാടി ഇല്ല.
വിദ്യാരംഗമില്ല, അതിൻ്റെ സർഗോത്സവങ്ങളുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളെ പെറുക്കിയിട്ടൊരു സ്കൂളിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി കൃത്യം 1 മണിക്കൂറിനുള്ളിൽ ഒരു വിഷയം തന്ന് അനങ്ങന്മലയെക്കുറിച്ച് കവിത എഴുതാൻ പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ജനലിൽ കൂടെ നോക്കി അനങ്ങന്മല കാണുന്നുണ്ടെന്നല്ലാതെ ഒരു വരി എഴുതാൻ തോന്നണ്ടേ? എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ എഴുതി എണീറ്റ് പോകുന്ന എന്നെ ഞാനെപ്പോഴും ഓർക്കാറുണ്ട്. അപ്പോൾ എഴുത്താണെങ്കിൽ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ ഒരിക്കലും ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ ആർക്കും എത്ര കഴിവുള്ള ആളാണെങ്കിലും അവരുടെ മികച്ചൊരു കലാസൃഷ്ടിയൊന്നും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ തടമാഷ് പറഞ്ഞ ആ ഒരു ആർപികളെ കുറിച്ചാണ് ശ്രദ്ധിച്ചു കേട്ടത്. സ്കൂൾ PTA പ്രസിഡന്റ് വി ജയൻ അധ്യക്ഷനായി. വിദ്യാരംഗം കോർഡിനേറ്റർ തടം പരമേശ്വരൻ വിശദീകരണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപകൻ PM പ്രദീപ്, BPC VP മനോജ്, K പരമേശ്വരൻ, സബിത, ലിഷ സുരേഷ്, KP ദിലീപ്, K റസിയ തുടങ്ങിയവർ സംസാരിച്ചു. വൈഷ്ണവ് കല്ലാറ്റിയുടെ വയലിൻ സോളോയും ഉണ്ടായി. ആദ്യ ദിനത്തിൽ കഥ, പുസ്തകാസ്വാദനം, ചിത്രം, അഭിനയം എന്നിവയിൽ ശില്പശാല നടന്നു. ചൊവ്വാഴ്ച സർഗോത്സവം സമാപിക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഷാജ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചില കാലതാമസം നമ്മുടെ സമ്മേളനം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ അവസാനത്തെ മേഖലാ സമ്മേളനമായി ഇന്ന് ശ്രീകൃഷ്ണപുരത്തെ ഈ മേഖലാ സമ്മേളനം നടത്തിയാണ്. ഇതിനുശേഷം ബ്ലോക്ക് സമ്മേളനവും ജില്ലാ സമ്മേളനവും ഉൾപ്പെടെ നടന്ന് നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെല്ലാം ഊർജ്ജസ്വലമാക്കേണ്ടുന്ന തീരുമാനവുമായിട്ടാണ് നമ്മുടെ സംഘടനയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മുന്നോട്ട് പോയിട്ടുള്ളത്. സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാലയളവിന് ശേഷം നടക്കുന്ന സമ്മേളനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സമ്മേളനങ്ങൾ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചും അതുപോലെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനത്തിൽ നമുക്കുണ്ടായ പുറകോട്ടടികളെ സംബന്ധിച്ച് കോട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ സൂക്ഷ്മമായ ഒരു പരിശോധന നടത്തി അതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളുമായിട്ടാണ് നമ്മുടെ സമ്മേളനം തിരിയായത്. മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള 100 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശരത്ത്, സതീഷ്, അഞ്ചിമ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി സുജിത്ത് പ്രവർത്തന റിപ്പോർട്ടും ബ്ലോക്ക് പ്രസിഡന്റ് ഗോപി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ചർച്ചകൾക്കുള്ള മറുപടി മേഖലാ സെക്രട്ടറി സുജിത്തും മേൽക്കമ്മിറ്റിയിൽ നിന്നുള്ള മറുപടി ബ്ലോക്ക് സെക്രട്ടറി അജിത് മോഹനും നൽകി. പലസ്തീനുമേൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPM ഏരിയ കമ്മിറ്റി അംഗം B രാജേഷ്, ലോക്കൽ സെക്രട്ടറി MK ദേവി, വില്ലേജ് ട്രഷറർ കൃഷ്ണചന്ദ്രൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. 2 ക്ഷണിതാക്കൾ ഉൾപ്പെടെ 23 അംഗ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് C സതീഷ്, സെക്രട്ടറി C ശരത്ത്, ട്രഷറർ കൃഷ്ണേന്ദ്രൻ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. മഹാകവി P കുഞ്ഞിരാമൻ നായരുടെ കാൽപ്പാടുകൾ തേടി കവിയുടെ മക്കളും നാട്ടുകാരും നടത്തിവരുന്ന യാത്ര പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെത്തി. കവിയുടെ ജന്മനാടിൽ നിന്നുമാണ് യാത്ര തുടങ്ങിയത്. കവി P കുഞ്ഞിരാമൻ നായർ സഞ്ചരിച്ച പാതകളിലൂടെയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കവിയുടെ മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ യാത്ര തുടങ്ങിയത്. കവിയുടെ ജന്മനാട്ടിൽ നിന്നും ആരംഭിച്ച യാത്ര പുന്നശ്ശേരിയുടെ കലാലയത്തിലുമെത്തി. മഹാകവി കുഞ്ഞിരാമൻ നായരുമായി ആത്മബന്ധമുള്ള ഗുരുനാഥൻ പുന്നശ്ശേരി നമ്പിയുടെ സ്മരണകൾ ഉറങ്ങുന്ന പെരുമുടിയൂർ ഹൈസ്കൂൾ, ഈഹാപുരേശ്വരി ക്ഷേത്രം, പട്ടാമ്പി കോളേജ് എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി. ചെറുപ്പത്തിന്റെ പ്രസരിപ്പോടെ 90 പിന്നിട്ട കവിയുടെ മകൾ ലീലയും കാഞ്ഞങ്ങാട് മഹാകവി P കുഞ്ഞിരാമൻ നായർ ട്രസ്റ്റ് സെക്രട്ടറി കൂടിയായ മകൻ രവീന്ദ്രൻ നായരും കൊച്ചുമകൾ ജയശ്രീ, അരുൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പട്ടാമ്പിയിലും എത്തിയത്. കവി മാധവൻ പുറച്ചേരി, കവിയുടെ അറിയപ്പെടാതെ പോയ ചരിത്രം വീണ്ടെടുത്തെഴുതിയ ദീപേഷ് KP, മറ്റു സഹൃദയരും സംഘത്തിലുണ്ടായിരുന്നു. മന്ത്രി V അബ്ദുറഹ്മാൻ, മുഹമ്മദ് മുഹസിൻ MLA, പ്രൊഫസർ CP ചിത്രഭാനു ഉൾപ്പെടെയുള്ളവരുമായി സംഘം സൗഹൃദം പങ്കുവച്ചു. തുടർന്ന് ജില്ലയിൽ കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞയിടങ്ങളിലൂടെ സംഘം പര്യടനം നടത്തി. ഞങ്ങളത് അനുഭവിക്കുകയായിരുന്നു. ആ രീതിയിലുള്ള കാവ്യാനുരാഗമുണ്ട് അച്ഛനോടുള്ള ഒരു മകൻ ഇങ്ങനെ പൂർണ്ണമായിട്ട് അച്ഛന് വേണ്ടി ഇങ്ങനെ നിലകൊണ്ട മകൻ അങ്ങനെ വളരെ അപൂർവമാണ്. കാരണം കവിത ഒരു സാഹിത്യത്തിൽ ഇല്ല എന്ന് പോലും പറയാം. തന്റെ ജീവിതകാലം മുഴുവൻ, പ്രത്യേക രവിയേട്ടനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കൂടാളി ഹൈസ്കൂളിൽ രവിയേട്ടനും പഠിച്ചിരുന്നു. പക്ഷെ എല്ലാവർക്കും മിഠായി കൊടുത്ത കവി, മിഠായി കൊടുക്കാത്ത ഒരാള് പിന്നെ രവിയേട്ടനാണ്. രവിയേട്ടനെ അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. പക്ഷെ
ഉള്ളിൻ്റെ ഉള്ളിൽ രവിയേട്ടനോടുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ് ഒരു കവിത രവിയേട്ടന് അത് പ്രത്യക്ഷമല്ലെങ്കിൽ പോലും രവിയേട്ടന് വേണ്ടി എഴുതിയിട്ട് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എല്ലാം അവനാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. കന്യാസ്ത്രീ കൊണ്ടുപോയ വീടാണ്. വേണ്ട അപ്പൊ അങ്ങനെയുള്ള ആ വീട്ടിന് മുമ്പിൽ വെച്ച് പുറത്ത് കൂടാളി പോയി കവി ഒരു പക്ഷേ ഏറ്റവും ജീവിതത്തിൽ കൂടാളി സ്കൂളായിരിക്കാം. ഏറ്റവും പഠിപ്പിച്ചത് കൂടാളിയായിരിക്കുക. ഈ രണ്ട് സ്ഥലങ്ങളുണ്ടാകുന്ന കുരുമുളൊക്കെ പോയി കുരുമുള ഒരുപാട് വീടുകാർക്ക് അതൊക്കെ കണ്ട് അത് പട്ടാമ്പി വന്നപ്പോഴാണ് കവിയുടെ ശരിക്കും നാട്. പട്ടാമ്പിയിൽ SYS പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം സംഘടിപ്പിച്ചു. പട്ടാമ്പി സോണിലെ 6 സർക്കിളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട SYSSF പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. കൽപ്പക സ്ട്രീറ്റിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മേലെ പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമാപിച്ചു. SYS സംസ്ഥാന സെക്രട്ടറി ഉമ്മർ ഓങ്ങല്ലൂർ, പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി UA റഷീദ് അസരി എന്നിവർ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സോൺ ഡിവിഷൻ ജേതാക്കളായ ഉമർ ലത്തീഫി കള്ളാടിപ്പറ്റ, മുഹമ്മദ് അലി സായിദി വല്ലപ്പുഴ, സിദ്ദിഖ് മാസ്റ്റർ കൊടലൂർ, ഉസ്മാൻ സഖാഫി കോഴിക്കോട്രി, ഹസൈനാർ ആസനി, താജുദ്ദീൻ സഖാഫി, അഷ്റഫ് പട്ടാമ്പി, മുസ്തഫ മൊയ്നി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. ചെർപ്പളശ്ശേരിക്ക് ഇനി അസ്ലം മൈ സ്റ്റീലിന്റെ കരുത്ത്. വ്യാപാര രംഗത്ത് 20 വർഷത്തെ പാരമ്പര്യവുമായി അസ്ലം മൈ സ്റ്റീലിന്റെ ഏറ്റവും പുതിയ ബ്രാഞ്ച് നെല്ലായയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും മികച്ച ക്വാളിറ്റിയും കുറഞ്ഞ വിലയുമാണ് അസ്ലം മൈ സ്റ്റീലിന്റെ പ്രത്യേകത. വർഷത്തോളമായി സ്റ്റീൽ റീറ്റെയിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന അസ്ലം സ്റ്റീൽസിന്റെ ഏറ്റവും പുതിയ ബ്രാഞ്ചാണ് അസ്ലം മൈ സ്റ്റീൽ എന്ന പേരിൽ നെല്ലായയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വാർക്കക്കമ്പികൾക്കും സിമന്റിനും മാത്രമായി ആരംഭിച്ച ഷോറൂം നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷിന്റെ സാന്നിധ്യത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. അസ്ലം മൈ സ്റ്റീൽ പുതിയ ഒരു നാമകരണത്തോടു കൂടി പുതിയ ഒരു ബ്രാൻഡായി അസ്ലമിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഒരു സ്ഥാപനം ഇന്ന് ഇവിടെ നെല്ലായയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ചെർപ്പളശ്ശേരിയുടെ സബർബനിൽ നിന്ന് നിൽക്കുന്ന ഈ നെല്ലായ ഇന്ന് ചെർപ്പളശ്ശേരി ഉൾപ്പെടെയുള്ള പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളുടെ വികസനത്തെയാണ് ഇത്തരം പുതിയ സ്ഥാപനങ്ങൾ കടന്നു വരുന്നത് വഴി നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഈ സ്ഥാപനം അത് സൂചിപ്പിക്കുന്നത് ഈ മേഖലയിലുള്ള ആളുകളുടെയും നാടിൻ്റെയും വളർച്ച കൂടിയാണ്. അസ്ലം മൈ സ്റ്റീൽ അവർ ഡീൽ ചെയ്യുന്ന മെറ്റൽ സ്റ്റീലുകൾ ഇന്ന് കെട്ടിട നിർമ്മാണ രംഗത്ത് മികച്ചു നിൽക്കുന്ന എല്ലാ ബ്രാൻഡുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ വളരെ ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, പ്രത്യേകിച്ച് കമ്പി സ്റ്റീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഒരു വലിയ ശേഖരവും ശ്രേണിയുമാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൊപ്പത്ത് അസ്ലം സ്റ്റീൽ എന്ന പേരിൽ ഈ മേഖലയിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചായി അസ്ലം മൈ സ്റ്റീൽ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഗുണനിലവാരമുള്ള സാധനങ്ങളുടെ വിപണനം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കമ്പികളും കെട്ടിട നിർമ്മാണ സാമഗ്രികളും വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. പക്ഷേ അതിലെല്ലാം പ്രധാനം ഗുണനിലവാരമാണ്. ആ ഗുണനിലവാരത്തിന് ഇവിടെ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. കേരള സംസ്ഥാനത്ത് തന്നെ സ്റ്റീൽ
നിർമ്മാണ വിതരണ രംഗത്ത് പാരമ്പര്യവും വിശ്വാസ്യതയും ഗുണമേന്മയും നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താണോ ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ളത് അത് കണ്ടറിഞ്ഞ് കൊടുക്കാൻ കെൽപ്പും കഴിവും തയ്യാറുമുള്ള ഒരാൾ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ബിസിനസ് അസ്ലം സ്റ്റീൽസ് ഇപ്പോൾ മാറി അതിനോട് കൂടെ ഒരു പുതിയ ബ്രാഞ്ച് കൂടി അല്ലെങ്കിൽ പുതിയൊരു വിഭാഗം കൂടി മൈ സ്റ്റീൽസ് എന്നുള്ളത് ഇപ്പോൾ ചെർപ്പളശ്ശേരി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലോകോത്തര ബ്രാൻഡഡ് വാർക്ക കമ്പികളായ കൈരളി TMT, JSW നിയോ സ്റ്റീൽ, വിസാഖ് TMT, APL അപ്പോളോ TMT എന്നിവയുടെ വിപുലമായ സ്റ്റോക്കാണ് അസ്ലം മൈ സ്റ്റീൽ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ് അസ്ലം മൈ സ്റ്റീൽ മാനേജ്മെൻറ്റ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. നാളിതുവരെ ഉപഭോക്താക്കൾ നൽകിയ പിന്തുണയാണ് മൈ സ്റ്റീലിൻ്റെ വിജയമെന്നും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായും അസ്ലം മൈ സ്റ്റീൽ മാനേജ്മെൻറ്റ് അറിയിച്ചു. മൾട്ടി ബ്രാൻഡഡ് ഷോറൂമായ അസ്ലം സ്റ്റീൽസ് വിവിധ കമ്പനികളുടെ TMT ബാസ്, സിമൻറ്റ് എന്നിവയാണ് വിൽക്കപ്പെടുന്നത്. 20 വർഷത്തോളമായിട്ട് അസ്ലം സ്റ്റീൽസും അസ്ലം സ്റ്റീൽസിൻ്റെ ഗ്രൂപ്പും വ്യാപാര മേഖലയിൽ, ചെറുകിട കച്ചവട മേഖലയിൽ നിരന്തരം ഓരോ പുതിയ പ്രൊജക്റ്റുകളും ഏറ്റവും നല്ല പ്രൊജക്റ്റുകൾ കസ്റ്റമേഴ്സിൽ നിന്നും നമുക്ക് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ മിതമായ വിലയിൽ എത്തിച്ചു കൊടുക്കാനും ഈ നാളിതുവരെ അസ്ലം സ്റ്റീൽസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് ഇന്ന് ചെർപ്പളശ്ശേരി നെല്ലായിൽ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഈ നാട്ടിലുള്ള ആളുകൾക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് സമസ്ത മേഖലകളിലും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതോടൊപ്പം ഈ ഒരു സംരംഭത്തെ ഈ നാട്ടുകാർ ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് നിങ്ങളോട് വിനയത്തോടുകൂടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് ചെർപ്പളശ്ശേരിയിൽ ലഭിക്കാത്ത ബ്രാൻഡുകൾ TMT ബാസുകളാണ് നമ്മളിവിടെ വിൽക്കുന്നത്. അത് കമ്പനി വിലക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ള കമ്പനി വിലക്കുള്ള പ്രൊഡക്റ്റുകൾ ചെർപ്പളശ്ശേരി നെല്ലായിൽ നമ്മളെ ഈ ഒരു ഷോപ്പിൽ കൊടുക്കാൻ കഴിയുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസം കൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സ്ഥാപനം നമ്മൾ ഇവിടെ ഇന്ന് നെല്ലായിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. BNI പാലക്കാട് റീജിയൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുൾ സലാം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് ഹാഷിം, മുൻ MLA CP മുഹമ്മദ് തുടങ്ങിയവരും മറ്റ് വ്യാപാര, രാഷ്ട്രീയ, സാമൂഹിക, കൺസ്ട്രക്ഷൻ മേഖലകളിലെ പ്രമുഖരും നാട്ടുകാർ, സുഹൃത്തുക്കൾ, അസ്ലം സ്റ്റീൽ സ്റ്റാഫുകൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അസ്ലം സ്റ്റീൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഷുക്കൂർ, ഡയറക്ടർ മുഹമ്മദ് മുസ്തഫ, അസ്ലം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇനി ഷോർട്ട് ന്യൂസ്. ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബ്ബും സൈന്റ് കണ്ണാശുപത്രിയും സംയുക്തമായി മണ്ണമ്പറ്റ സ്നേഹാലയം ബെഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് CN സത്യൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ C ഹരിദാസൻ, KK ലിനി, സ്നേഹാലയം അധ്യാപിക G രമ്യ, സൈന്റ് കണ്ണാശുപത്രി MD ഹബീബ്, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി P കൃഷ്ണദാസ്, NV മുരളീകൃഷ്ണൻ, KK രാമകൃഷ്ണൻ, C നാരായണൻകുട്ടി, A ജ്ഞാനാംബിക എന്നിവർ സംസാരിച്ചു. സമഗ്ര സമിതി കരിങ്കല്ലത്താണി മേഖലയുടെ കീഴിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. കാപ്പുപറമ്പിൽ നിന്ന് ആരംഭിച്ച റാലി കരിങ്കല്ലത്താണിയിൽ സമാപിച്ചു. സമഗ്ര സമിതി ചെയർമാൻ ഫൈസൽ പാലോത്ത്, PT സയ്യിദ്, PT ഉബൈദുല്ല, നജീബ് പൊന്നേത്ത്, P മൊയ്തുപ്പ, AK നാസർ, K മൂസ, സലാം ഫൈസി പൂവത്താണി, K വീരാൻ, നബീൽ വട്ടപ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തച്ചനാട്ടുകര യൂണിറ്റ് കുടുംബമേള നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം K മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് BM പൈലി അധ്യക്ഷനായി.
പത്രദൃശ്യമാധ്യമ രംഗത്ത് കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കിയ ജയചന്ദ്രൻ ചെത്തല്ലൂരിനെ ചടങ്ങിൽ ആദരിച്ചു. PKC നായർ, ജില്ലാ കൗൺസിലർമാരായ VV നീലകണ്ഠൻ, NC ഔസേപ്പ്, K നാരായണൻകുട്ടി, യൂണിറ്റ് സെക്രട്ടറി PT റംലത്ത്, ജനറൽ സെക്രട്ടറി KP ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം. ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. DMO നൽകിയ ചികിത്സാ പിഴവില്ലെന്ന റിപ്പോർട്ട് തള്ളിയാണ് നടപടി. കോട്ടോപ്പാടത്ത് വീണ്ടും കാട്ടാനകളുടെ താണ്ഡവം. കാപ്പുപറമ്പിൽ ഇറങ്ങിയ കാട്ടാനകൾ റബ്ബർ തൈകൾ പിഴുതെറിഞ്ഞു. വാഴകളും തെങ്ങും കവുങ്ങും നശിപ്പിച്ചു. ഭീതിയിൽ നാട്ടുകാർ. ശക്തമായ പ്രതിരോധം ഒരുക്കണമെന്ന് ആവശ്യം. പുലിപ്പേടിയിൽ പയ്യനടം കുളിർമുണ്ട നിവാസികൾ. അടിയന്തരമായി പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കണമെന്ന് ആവശ്യം. തെരുവുനായ്ക്കളുടെ എണ്ണം കുറയുന്നത് പുലി സാന്നിധ്യത്തിന്റെ ലക്ഷണമെന്ന് നാട്ടുകാർ. മങ്കട ഉപജില്ലാ കായികമേളയുടെ ഫുട്ബോൾ മത്സരത്തിനിടെ കൊളത്തൂർ നാഷണൽ സ്കൂളിലെ കായിക അധ്യാപകന് മർദ്ദനമേറ്റ സംഭവം. തെറ്റു ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പരിയാപുരം സെന്റ് മേരീസ് സ്കൂൾ അധികൃതർ. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. ഭരണമികവ് പറയാനില്ലാത്ത CPM ജാതിയും മതവും അടിസ്ഥാനമാക്കി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചുവരുവാൻ നോക്കുകയാണെന്ന് N ഷംസുദ്ദീൻ MLA. സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെ വർഗീയ ധ്രുവീകരണമുണ്ടാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് CPM ശ്രമമെന്ന് നജീബ് കാന്തപുരം MLA. ഒറ്റപ്പാലം ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. ചുനങ്ങാടാണ് 3 ദിവസങ്ങളിലായി ശാസ്ത്രോത്സവം നടക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.